മൂകാംബിക വീഡിയോയുടെ ഒരു സെക്ഷൻ ഞാൻ വിട്ടു കേട്ടോ. ഈ വിളക്ക് കത്തിക്കുന്നത് ഇവിടെ നമുക്ക് ദേവിക്കുള്ള വിളക്ക്, അതുപോലെ ഹനുമാൻ ഭഗവാനുള്ള വിളക്കൊക്കെ നമുക്ക് ഇതുപോലെ സമർപ്പണം ചെയ്യാം. നമ്മൾ വിളക്ക് നെയ്വിളക്ക് സമർപ്പണം ചെയ്തു. ഇത് ഡൈനിങ് ഹാളാണ്, യശവിൻ ഡൈനിങ് ഹാള്. ഇത് VIP-സിൻ്റെ ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ ദേവിയുടെ അന്നദാനം കഴിക്കാൻ വേണ്ടി VIP പാസ്സായിട്ട് വന്നതാണ്. ഇവിടെ തന്നെ നല്ല തിരക്കുണ്ടല്ലോ, കുറേ തിരക്ക്. ഞങ്ങൾ 4 ആൾക്ക് പാസ് കിട്ടി. ഞങ്ങൾ പോവാണ് കഴിക്കാനായിട്ട്. നല്ല തിരക്കുണ്ട്, എന്നാലും സാരമില്ല, നമ്മൾ പോയി കഴിക്കാം. ഇത് അന്നദാന ഹാളാണ്. ഇന്ന് ദേവിയുടെ അലങ്കാരം ഇതായിരുന്നു കേട്ടോ. ഇന്നലെ പാർവതി, കാലത്ത് സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, അങ്ങനെ മൂന്ന് രീതിയിൽ ദേവിയെ അലങ്കരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ അലങ്കാരം അന്നദാനം വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ചട്നി വിളമ്പിയിട്ടുണ്ട്. ഇതെന്താണ്? ബീട്രൂട്ട് കറി, നല്ല ചൂടുണ്ട്. ബീട്രൂട്ട് കറി, ഒരു ഇത് ചോറ് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ചോറ് വിളമ്പി. ഹരേ കൃഷ്ണ. ചോറ്, ബീട്രൂട്ട് കറി, ഒരു ചട്നി. നല്ല ചൂടില്ലേ? പൊന്നിയരിയാണ് ചോറ്. ചേട്ടാ അന്നദാനം കഴിക്കണം. ഇപ്പോൾ സാമ്പാർ വിളമ്പണം. സാമ്പാർ ഹരി. അപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കട്ടെ. സുരേട്ടാ അന്നദാനം കഴിക്കൂ കേട്ടോ. ചേച്ചി കഴിക്കട്ടോ. അതെയാ? ഇപ്പം പായസമാണ് വിളമ്പണം കേട്ടോ. സദ്യ കഴിഞ്ഞു, അന്നദാനം കഴിഞ്ഞു, ഇനി നമുക്ക് പായസം വിളമ്പണം. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലേ? മൂകാംബിക തിരക്കില്ലാത്ത ദിവസം ഉണ്ടാവില്ല, എല്ലാ ദിവസവും തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് പായസം കൂടെ കഴിച്ചിട്ട് മൂകാംബിയുടെ അല്ലേ, മൂകാംബിക അവസാനിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരാൻ ഭാഗ്യം ഉണ്ടാവണം അല്ലേ? നടക്കാം. അമ്മയുടെ പായസം വിളമ്പാണ്. ഇത് ചൊവ്വരി, പിന്നെ കടല അല്ലേ? കടലല്ലേ? കടലപ്പരിപ്പും ചൊവ്വരിയുള്ള പായസം കഴിക്കട്ടെ കേട്ടോ. ഇവിടെ എവിടെയാണ് കുടജാദ്രി മല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം കുടജാദ്രി മല. ഇങ്ങോട്ടാണോ കാണാൻ പറ്റുമോ? ഈ ആ മലയാണല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ തെറ്റി പറഞ്ഞപ്പോഴേ മൂപ്പര് എന്നെ വിളിച്ചിട്ടായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് കുടജാദ്രി മല. ഇങ്ങനെ നിൽക്കുന്നത്, ഷാർപ്പായി നിൽക്കുന്നത് അല്ല. ഇതാണ് ഞാൻ വിചാരിച്ചു, അതാണ് കുടജാദ്രി മല. ആ സ്വാമി വന്ന് കാണിച്ചാൽ. അപ്പോൾ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. ആൾക്കാർ സോറി ഇങ്ങനെയൊക്കെ ഇരുന്ന് അന്നദാനം കഴിക്കുന്നുണ്ട്. ഇതിൽ കൂടെ പോകണം. ഇവിടെയൊക്കെ ആൾക്കാർ അന്നദാനം. എത്ര പേരറിയോ അല്ലേ? നല്ല തിരക്കാണ്, ആൾക്കാരുടെ നല്ല തിരക്കുണ്ട്. കാറ്ററിംഗ് യൂണിറ്റ് കണ്ടോ? എത്ര നന്നായിട്ടൊരു ഫുഡ് കഴിക്കാൻ സ്ഥലം കണ്ടോ? ഇതാണ് കേട്ടോ അന്നം പ്രിപ്പയർ. എത്ര ഫുഡ് പ്രിപ്പയർ ചെയ്യണം. ചോറ് എടുക്കണമല്ലോ. ഇതിൽ കൂടെ കാണാം എങ്ങനെ ഇതുണ്ടോ? ക്ലാസ്സിൽ കൂടെ കാണാൻ പറ്റുന്നറിയില്ല.
കണ്ടോ ചോറ് ഫുൾ ഇങ്ങനെയാണ്. ഇതാണ് അന്നദാനത്തിൽ വേ ടു ഡൈനിങ് ഹാൾ. ഉണ്ടോ വേ ടു ഡൈനിങ് ഹാൾ. ദേവിയുടെ ഫോട്ടോ, ഇത് ദേവിയുടെ ഫോട്ടോ. കൊല്ലൂർ അയ്യോ കണ്ടോ, ഇതിന് ഇറങ്ങണ വഴിയാണ്. ഇവിടെയൊക്കെ സാധനങ്ങളെ സ്റ്റോർ റൂമാണത്. കണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ സാധനങ്ങൾ, അരി സാധനങ്ങൾ, പലചരക്ക് എല്ലാം ഇവിടെ ഉണ്ടതാ. ഫുൾ ഗോഡൗണാണ് അവരുടെ. ഒരു ദിവസം തന്നെ എത്ര കണ്ട് ഭക്ഷണം വയ്ക്കുന്നുണ്ടാവും. എന്താ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. മൂകാംബിക അന്നപ്രസാദ, ഇത്രയും എന്ത് വലിയ ക്ഷേത്രമാണത്. എത്ര മൂകാംബിക ദേവിക്ക് എത്ര വലിയ ശക്തിയാണ്. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാലം എനിക്ക് വരാൻ പറ്റുന്ന പ്രാവശ്യം ആദ്യമായിട്ടല്ലേ കേട്ടോ. അതൊരു മഹാഭാഗ്യമായിട്ട് കാണും. ബിന്ദു ചേച്ചി അതിന് പ്രൊമോഷൻ ചേച്ചി നിർബന്ധിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രാവശ്യം വന്നത്. അല്ലെങ്കിൽ പിന്നെയും ഡിലേ ചെയ്യണം. പിന്നെ നമുക്ക് ദൈവം വിളിക്കണം, നമ്മൾ ഓടി വരാൻ പറ്റില്ല എവിടെയാണെങ്കിലും. അത് പ്രാവശ്യം ദേവി കമ്പൽസറി വിളിച്ചു. ഞങ്ങൾ നാലാളും കൂടെ വന്നു. മൂകാംബിക ദർശനം കഴിഞ്ഞു. 3 ദർശനവും കിട്ടി. നമുക്ക് രാത്രി ദുർഗാദേവി, കാലത്ത് സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മിയാണ്. 3 ദേവിയുടെ ദർശനം, നമ്മുടെ എല്ലാ പൂജകളും ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ മുരുടേശ്വർ പോവാണ് കേട്ടോ. എവിടെ എത്തിയെന്നറിയോ? ഇതെന്താ ഈ പപ്പ ശിവട്ടത് എന്താ? ഇത് നിങ്ങളുടെ ആരാണ്? ഭയങ്കര സുഹൃത്തായിരിക്കണല്ലോ. എന്താണ് കുഞ്ഞ്? ഇതെന്താണ് ഇവിടെയെല്ലാം അഴുക്കാക്കിയിരിക്കണേ? കുത്തല്ലേട്ടോ ഞങ്ങളെ. ഇതോ എവിടെ നോക്കട്ടെ, നിങ്ങൾ സുന്ദരിയാണോ നോക്കട്ടെ. ഇതാ ഹലോ 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 ഹായ്. ഇത് ഞങ്ങളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത് വെച്ചാൽ സൗപർണികാമൃത വീജികൾ. ഇതാ നിങ്ങൾ അന്വേഷിച്ച് വരുന്നു, നിങ്ങൾ പുറകെ വരുന്നുണ്ട്. സഹസ്രനാമം. ഹലോ, ഇവിടെ ഒരാളുണ്ടല്ലോ. ഇതെന്താണ് ചേച്ചി? ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡീപ്പ് വാട്ടർ ഡു നോട്ട് സ്വിം. ആഴത്തിലോ വെള്ളത്തിലോ അല്ല, മലയാളത്തിലോ എഴുതി വെച്ചിരിക്കും. വെള്ളത്തിൽ മൂല്യം എന്താണ്? സൗപർണികാമൃതം. നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ? സൗപർണികാമൃത വീജികൾ. ശിവട്ടൊന്ന് നടന്നു പോകുന്നു. സഹസ്രനാമം പ്രാർത്ഥനാ തീർത്ഥമാടും. മൂകാംബിക ദേവിൻ്റെ ഇവിടുത്തെ പാട്ടാണ് വരുന്നത് അല്ലേ? ആളുകളൊക്കെ ഹായ് ഹായ് ഹായ്. ചെരുപ്പ് എന്തിനാ നനച്ചേ? ചെരുപ്പ് നനയ്ക്കുണ്ടായിരുന്നു. ഇതാണ് സൗപർണികാമൃത വീജികൾ. കുറച്ച് പേര് കുളിക്കണോണ്ട് ഞാൻ അത്ര ക്ലോസപ്പിൽ എടുക്കുന്നില്ല കേട്ടോ. കുറച്ച് പേര് ഇവിടെ നീന്തരുതെന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്താ നീന്തുന്നത്? അവിടെ അപ്പുറത്തിരിക്കണ്ട, അവരെ എടുക്കില്ലേ, ഫോട്ടോ എടുക്കല്ലേ? എന്താ മുഴുവൻ ഔഷധ ചെടികളാണ്. ഈ മരങ്ങളൊക്കെ ഔഷധ ഗുണമുള്ളതുകൊണ്ട് ഈ വെള്ളത്തിൽ മീൻ നോക്കി ഷോളൊന്നും പിടിക്കോ? ಗರ್ಭಿಣಿಯರು ದೇವಸ್ಥಾನದ ಪ್ರಾಕಾರಕ್ಕೆ ಪ್ರವೇಶಿಸುವಂತಿಲ್ಲ. ರಜಸ್ವಲೆಯಾದ ಸ್ತ್ರೀಯರು 5 ದಿನಗಳವರೆಗೆ ಶ್ರೀದೇವಳವನ್ನು ಪ್ರವೇಶಿಸುವಂತಿಲ್ಲ. ಜಾತ ಶೌಚ ಮತ್ತು ಮೃತ ಶೌಚ 11 ದಿನಗಳವರೆಗೆ ಶ್ರೀದೇವಳವನ್ನು ಪ್ರವೇಶಿಸುವಂತಿಲ್ಲ. ದೇವಸ್ಥಾನದ ಪರಿಸರದಲ್ಲಿ ಮದ್ಯಪಾನ ಮಾಡುವುದು, ಧೂಮಪಾನ ಮಾಡುವುದು ಹಾಗೂ ಉಗುಳುವುದು ಮಾಡಬಾರದು. ಮದ್ಯಪಾನ ಮಾಡಿ ದೇವಸ್ಥಾನವನ್ನು ಪ್ರವೇಶಿಸುವುದನ್ನು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ. ഇത് നോക്കൂ, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഇതാ സുരേട്ടൻ നോക്കി കയറി നിൽക്കണേ, കുളിക്കാൻ തോന്നുന്നുണ്ട്. നിറയെ മീനുണ്ട് കേട്ടോ. പക്ഷെ ഇച്ചിരി വൃത്തിയില്ല സുരേട്ടാ, വൃത്തി കുറവാ. ഹായ്, ഇഷ്ടം പോലെ മീനുകൾ കേട്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഗ്ലെയർ ഉണ്ട് ഭയങ്കരമായിട്ട്. അയ്യോ, എൻ്റെ ഡ്രസ്സൊക്കെ നനയും. എനിക്ക് മുരുടേശ്വർ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു നിൽക്കുന്നില്ല. സൂപ്പർ പെട്ടാ. ചില ആൾക്കാർ കുളിക്കണോണ്ട് എനിക്ക് അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതവിടെ സുരേട്ടൻ നിന്ന് കാലൊക്കെ കഴുകണം.
ആ അതാണ് നല്ലത്. സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സൂക്ഷിക്കുക. ഇവ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. നഷ്ടപ്പെടുന്നവർക്ക് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഇപ്പൊ വെള്ളത്തിനങ്ങനെ 1 മണിക്കൂർ കിടന്നാ അതെ അപ്പൊ ചില്ലുന്നാവും. സ്ത്രീകൾ ആർത്തവത്തിന്റെ എന്താണ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ തുപ്പുകയോ ചെയ്യുന്നത് ക്ഷേത്ര പരിസരത്ത് കർശനമായി നിരോധിക്കും. ആ വലിയ മീനാണ്. മദ്യപിച്ച നിലയിൽ അമ്പലത്തിനുള്ളിൽ അമ്പലത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരണം, ഫോട്ടോ എടുക്കുക എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പുരുഷന്മാർ ഷർട്ട്, ടീഷർട്ട്, ബനിയൻ, കോട്ട്, തൊപ്പി, ബർമുഡ, ലുങ്കി എന്നിവ ധരിച്ച് അമ്പലത്തിൽ ഇത് സൗപർണിക തീർത്ഥം അല്ലേ? സൗപർണിക നദി കുളം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ അത് ബ്ലോക്ക്, ഇവിടുന്ന് ഒഴുക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നദിയാണ്. ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം കുടജാദ്രിന്ന് ഒഴുകി വന്ന നദിനെയാണ് എന്താ സൗപർണിക നദി എന്ന് പറയുന്നത്. ആ നദി ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇത് കാരണം ഇതിന് ചുറ്റും നിൽക്കുന്ന ഈ നിബിഡമായ വനം മുഴുവനും ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളും ചെടികളുമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അവർ കുളിക്കണോണ്ട് ഫോട്ടോ എടുക്കുന്നില്ല. ഇതാണ് മുരുടേശ്വർ ഗേറ്റ്. എന്താ ഒരു തിരക്കല്ലേ, നല്ല തിരക്കാണ് ആൾക്കാർ. മുരുടേശ്വര ദേവസ്ഥാനം കന്നഡയിൽ. ആദ്യം ലിഫ്റ്റിൽ പോയിട്ട് വരാം. ഷോപ്പിംഗ് ഏരിയ ആണ്. എന്തോ ഒരു ഫംഗ്ഷൻ ഫെസ്റ്റിവലിനനുബന്ധിച്ചിട്ട് ഇവിടെ നല്ല കച്ചവടം ചെയ്യുന്നുണ്ട്. മൊബൈൽ കവേഴ്സ് കടലാണ്. കടൽ കാണും. ഇത് കണ്ടോ എൻ്റെ അമ്മോ, മുരുടേശ്വര ടെമ്പിൾ നോക്കാം. എത്ര ദൂരത്തെ അമ്മോ. മുരുടേശ്വർ മൊത്തം കടലാണ് കേട്ടോ. ഇന്ന് ശരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കാണ്. അത് കണ്ടോ എൻ്റെ അമ്മേ. എവിടെ നമ്മൾ ഈ ക്യൂവിൽ കൂടെ പോയിട്ട് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കാരണം ഇതാണ് എന്തൊക്കെയോ ഫങ്ഷൻസ്, എന്തൊക്കെയോ പൂജയാണ് തോന്നുന്നത്. എന്താ സംഭവം എന്നറിയില്ല. ഇതാണ് ദേവിനെ കൊണ്ടുപോകുന്നുണ്ടോ. ഇത് ശിവഭഗവാന്റെ വിശാല അമ്പലത്തിൻ്റെ അകത്ത് ഇത് കവാടം. ലിഫ്റ്റിൽ പോണെങ്കിൽ നമ്മളിവിടെ നിന്ന് എന്തൊക്കെ ടിക്കറ്റൊക്കെ പരിപാടിയുണ്ട്. ഇതുണ്ടോ അവിടെ ശിവൻ്റെതാ വലിയ, ആഹാ എന്താ ഗംഭീരം നോക്കൂ ശിവൻ്റെ. ഒരു ഫങ്ഷൻ ഫെസ്റ്റിവലാണ് കേട്ടോ. അത് കാരണം ശിവനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കണം. എന്താ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ലിഫ്റ്റ് കേട്ടോ. ഈ ലിഫ്റ്റിലേക്ക് പോകാൻ ടിക്കറ്റ് ഉണ്ട്. ലിഫ്റ്റ് ടൈമിങ്സ് എഴുതിയിട്ടുണ്ട്. 7 AM to 12:45 PM, 3 PM to 7 PM. ഇങ്ങനെ അഡൽട്ട്സിന് 20 rupees, ചിൽഡ്രൻ 10 രൂപ. അപ്പോൾ നമ്മളിതിങ്ങനെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര 14ാമത്തെ നില ശിവഭഗവാന്റെ അവിടെ വരെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ചേച്ചി ഒരു ക്യൂ നിൽക്കുന്നുണ്ട്, നോക്കട്ടെ. ആഹാ 17ാമത്തെ നിലയിലാണിത്. എന്താ സെറ്റപ്പ്. അതെ എന്താ അത് സൂപ്പറായി പോകുന്നുണ്ട്. അതാണ് എന്താ അത് 17ാമത്തെ. അയ്യോ കടൽ ഇതാണ്ട ഒഴുകണ ഉണ്ടോ. ഒരു ഫോട്ടോ എടുക്കും. ഇത് നോക്കൂ കടൽ. ഇതാ ഇത് എന്ത് കടൽ, ഏത് കടലത് ചേച്ചി? മുരുടേശ്വർ കടല ഈ സ്ഥലം. എന്താ സൂപ്പറായിട്ടോ. ഇത് 17th ഫ്ലോറാണ്. ഗംഭീരം കേട്ടോ. ഓ ആൾക്കാരിതാ നിറയെ പേരുണ്ട്. ഇതാ സ്കൂൾ കുട്ടികൾ. ആരോ ഈ ചോപ്പ് ഡ്രസ്. ഇല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
കര കാണാ കടലാണല്ലേ, കര കാണാ കടൽ. നോക്കൂ ശിവഭഗവാൻ. ഹായ് ശിവഭഗവാൻ. നമ്മളിപ്പോൾ 17th ഫ്ലോറിലാണ്. ഭഗവാൻ ഇങ്ങനെ ഇരിക്കണുണ്ടോ. ഓം നമ ശിവായ. ഓം പണിയാണല്ലേ ഭഗവാൻ. എന്തോ ഒരു ലാമ്പിങ് ഫെസ്റ്റ് നടക്കേണ്ടതുണ്ട്. ശിവനാണ്. ശിവഭഗവാനും ചുറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ കൂടെ നോക്കി. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഇതുണ്ടോ ശിവഭഗവാൻ. ഇങ്ങനെ കുറേ ടെമ്പിൾസൊക്കെ താഴെ ഇങ്ങനെ ഉണ്ടോ. നന്ദിയുടെ വലിയൊരിത്. പിന്നെ ഇങ്ങനെ കുന്നു കയറി നമ്മളിപ്പോൾ 17ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. കടൽ കണ്ടോ, നേരെ കടൽ. ഇപ്പുറത്ത് 4 ചുറ്റും കടലിൻ്റെ നടുവിലാണ്. പക്ഷേ താഴെയൊക്കെ കണ്ടോ ക്ഷേത്രങ്ങൾ. നമ്മൾ ഈ മുകളിൽ നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഗംഭീരല്ലേ ശിവൻ്റെ വ്യൂ. എന്താ അത്, ഭയങ്കര വ്യൂ കേട്ടോ. എന്താ അത്, കടലും ചുറ്റും കടൽ. റോഡാണ് ഇതുണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് കാണാം റോഡ്. ഇതെല്ലാം ചെറിയ 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 ബോട്ട്സ്. എത്ര വണ്ടികളാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല തിരക്കാണ്. കടലിങ്ങനെ ഒഴുകുന്നുണ്ടോ, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റുക. ഭഗവാനിങ്ങനെ ഇരിക്കുന്നു, ചുറ്റും കടൽ. ഞങ്ങൾ ദർശനത്തിന് അമ്പലത്തേക്ക് പോവുകയാണ്. മുരുടേശ്വര ദേവൻ. മുരുടേശ്വര ദേവൻ പറഞ്ഞ ശിവഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ദർശനത്തിനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പുറത്തൊക്കെ കടൽ. നമ്മളിപ്പോൾ 17th ആൻഡ് 18th ഫ്ലോറിൽ നിന്നാണ്. 17th ഫ്ലോർ വരെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി അറിയണം. വൈകിട്ട് 6 മണി വരെ ഉള്ളൂ കേട്ടോ. 7 മണി വരെ, സോറി. അത് കഴിഞ്ഞ് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പോവുകയാണെങ്കിൽ മുരുടേശ്വരം നേരത്തെ കാലത്ത് എത്തണം കേട്ടോ. ഇതിവിടെ ഒരു കൊടിമരം, എന്തോ ഒരു പൂജ ചെയ്യാൻ തുടക്കമാണ്. അതാണ് ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇതാണ് ശിവക്ഷേത്രത്തേക്ക് പോകുന്ന വഴി കേട്ടോ. എന്തായാലും അമ്പലത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതാണ് ശിവക്ഷേത്രത്തേക്കുള്ള ദർശന കവാടം. അതാണ് ഭഗവാന്റെ ഇതാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഇനി എടുക്കില്ല, ശരിയല്ലല്ലോ മൊബൈൽ കൊണ്ട്. ഇതാണ് അകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം. മുരുടേശ്വര ടെമ്പിൾ ഇൻ സൺസെറ്റ്. രാത്രി നേരത്തെ ഉള്ള ഭംഗിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയേ. ആ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ വേറെ കളറാണ് കേട്ടോ. ഇത്ര നേരം റെഡ്, ഇപ്പോൾ ബ്ലൂ, അങ്ങനെ കളർ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. എന്തൊരു കാണേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് രാത്രി എന്താ ഒരു ഭംഗി നോക്കൂ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. മുരുടേശ്വർ മൂകാംബികയിൽ നോക്കൂ, ശിവഭഗവാൻ നോക്കൂ, സോ ക്ലോസ്. അമ്പലം അങ്ങനെ തിളങ്ങി നിൽക്കണം കേട്ടോ. ഈ രാത്രി വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകളും, അത് അമ്പലത്തിൻ്റെ കവാടം, ഇഷ്ടംപോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെ തുടങ്ങി ഷോപ്പ് ചെയ്തപ്പോഴും തീരില്ല, അത്രയുണ്ട്. നല്ല ചെറിയ ചെറിയ കമ്മലുകൾ, മാലകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സ്, ബനിയൻ, ടീഷർട്ട്സ് എല്ലാം ഉണ്ട് അവിടെ. ഈ അമ്പലത്തിൻ്റെ തൊട്ടു ബാക്കിൽ നിറയെ ഷോപ്സാണ് കേട്ടോ. ഒരു വലിയ ഏരിയയിൽ നിറയെ കടകൾ, എല്ലാതരം കുട്ടികളുടെ ടോയ്സ്, ഡ്രസ് മെറ്റീരിയൽസ്, ടീഷർട്ട്സ്, പിന്നെ അതിങ്ങനെ മാല, വള, കോസ്മെറ്റിക്സ് ആണ് ഭയങ്കര കൂടുതൽ. ലേഡീസിൻ്റെ ഫാൻസി ഷോപ്സാണ് കൂടുതലും. ഇവിടെ നിന്ന് കുറച്ച് കോളേജ് കുട്ടികളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ കടകളിൽ പെൺകുട്ടികളുടെ തിരക്കാണ്. അവർക്ക് എടുത്തു തരാൻ പോലും ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. അത്രമാത്രം കളക്ഷനാണ്. ഇത് 3rd കളർ. അപ്പോഴേ ബ്ലൂ, റെഡ്, ഇതൊരു മജന്ത കളർ അല്ലേ ചേച്ചി? എന്തൊരു ഭംഗിയല്ലേ കാണാൻ. എന്താ ദൈവത്തിൻ്റെ ഒരു ഗ്രേറ്റ്. ഇപ്പോൾ വൈറ്റ് കളറാണ്, നല്ല വൈറ്റ് കളർ. നാരായണ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നില്ലേ?
എല്ലാവരും ഏർലി മോർണിംഗ് 6 മണിയാണ് ട്രെയിൻ പാലക്കാട് എത്തുന്നത്. വീണ്ടും അടുത്ത യാത്രയിൽ എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹം ഉണ്ടാകും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞങ്ങൾ രാവിലെ ഒലോക്കോട് ഇറങ്ങി. കൃത്യ ടൈമിങ് 6 മണിക്ക് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ലഗേജ് എല്ലാം പോർട്ടറായി കൊടുക്കണം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.